നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നിരിക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നു. അവസാന നിമിഷത്തെ ചർച്ചകൾ, വിട്ടുവീഴ്ചകൾ, തന്ത്രപരമായ സീറ്റ് കൈമാറ്റം എന്നിവ നേതാക്കളെ ചെറുതല്ലാത്ത രീതിയിൽ മുൾമുനയിൽ നിർത്തുന്ന അവസ്ഥയാണ്. പലയിടത്തും ടെസ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് സൂചനകൾ. ലീഗ് കൈവശം വെച്ചിരുന്ന കളമശ്ശേരിയിലാണ് ഇത്തവണ ഏറ്റവും വലിയ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി പി രാജീവിനെതിരെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസ് നേതൃത്വം വീണ്ടും ആലോചിക്കുന്നത്. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VE അബ്ദുൾ ഗഫൂർ ലീഗിന് വേണ്ടി കളമശ്ശേരിയിൽ നിന്ന് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. രാജീവിനെതിരെ ഷിയാസിനെ നിർത്തിയാൽ CPM-ന് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ധാരണയായാൽ ലീഗിന് വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ പകരം നൽകാനാണ് ആലോചന. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിക്കുന്നതിൽ നിന്ന് CMB ജനറൽ സെക്രട്ടറി CP ജോണിനെ പിന്തിരിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സെൻട്രൽ സീറ്റ് കോൺഗ്രസ് തന്നെ മത്സരിക്കാനാണ് ആലോചന. അനുരഞ്ജനത്തിന്റെ ഭാഗമായി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് UDF നേതൃത്വം ജോണിന് മുന്നിൽ വെക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. UDF അധികാരത്തിലെത്തിയാൽ രാജ്യസഭാ സീറ്റും ക്യാബിനറ്റ് റാങ്കുമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫർ. ഇത് സമ്മതിപ്പിച്ചെടുക്കാൻ VD സതീശനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. CP ജോണുമായി സംസാരിക്കാനും സമവായ ഫോർമുലയിൽ എത്തിക്കാനുമാണ് സതീഷിന് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് സൂചനകൾ. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് പിന്തള്ളപ്പെട്ട ദീപ്തി മേരി വർഗീസിന് ഇത്തവണയും നിയമസഭാ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. അനുരഞ്ജനത്തിന്റെ ഭാഗമായി UDF സർക്കാർ വന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. എറണാകുളം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും സങ്കീർണമായി തുടരുന്നു. കൊച്ചി മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മുൻ കൊച്ചി മേയർ ടോണി ചെമ്മണിയുടെ പേര് വീണ്ടും പരിഗണനയിലുണ്ട്. വൈപ്പിനിൽ സതീശന്റെ അടുത്ത അനുയായിയും ലാറ്റിൻ കത്തോലിക്കരുടെ മുഖവുമായ ഷാരോൺ പണിക്കലിന് ടിക്കറ്റ് ലഭിച്ചേക്കുമെന്നാണ് വിവരം. തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് സിറ്റിംഗ് MLA K ബാബുവിനെയാണ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയിയുടെ പേരും ബാബു നിർദ്ദേശിച്ചതായി സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ 2021 വൈപ്പിനിൽ CPM-ന്റെ KN ഉണ്ണികൃഷ്ണനോട് പരാജയപ്പെട്ട ദീപക് ജോയി ഇത്തവണ വീണ്ടും ഉണ്ണികൃഷ്ണനെ നേരിടാൻ സാധ്യതയുണ്ട്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നമ്പള്ളിക്ക് അനുകൂലമാണ്. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും KPCC ജനറൽ സെക്രട്ടറിയുമായ ജെയ്സൺ ജോസഫിനാണ് യാക്കോബായ സഭയുടെ പിന്തുണ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. സഖ്യകക്ഷികളുമായി സീറ്റ് കൈമാറ്റ ചർച്ചകളും നടക്കുന്നുണ്ട്. ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി എന്നീ 2 സീറ്റുകൾക്കായി കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടിയെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. ഇടുക്കി സീറ്റിനായി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനം. എങ്കിലും ചങ്ങനാശ്ശേരി ഇപ്പോഴും സെൻസിറ്റീവായ ഒരു മണ്ഡലമാണ്. NSS ആസ്ഥാനവും സീറോ മലബാർ സഭയുടെ ശക്തമായ സ്വാധീനവും ഇവിടെയുണ്ട്. 2 വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാവും പാർട്ടി ഇവിടെ പരിഗണിക്കുക. ഈരാറ്റുപേട്ടയിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്റെ വിശ്വസനായ ജോസഫ് ആഴിക്കലിനെ നിർദ്ദേശിക്കുന്നു. നാട്ടകം സുരേഷിനെ കാഞ്ഞിരപ്പള്ളിയിലേക്കും പരിഗണിച്ചേക്കും. അതേസമയം ICC സെക്രട്ടറിയും ടാലന്റ് ഹണ്ട് സോണൽ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് മാത്യു ആന്റണിയുടെ പേരും കാഞ്ഞിരപ്പള്ളി സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഏകദേശം 65 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഏതാണ്ട് തയ്യാറായെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ അത് പുറത്തുവിടൂ. അടുത്തയാഴ്ച ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വീണ്ടും യോഗം ചേരും. മുതിർന്ന നേതാക്കൾക്കിടയിൽ സമവായത്തിലെത്തിയ ശേഷം അന്തിമ പട്ടിക പുറത്തിറക്കാനാണ് തീരുമാനം.